വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന വിഷയത്തിൽ കൈമലർത്തി സംസ്ഥാന സർക്കാർ. ഓഹരി വിൽപ്പനയ്ക്കായി അദാനി സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതേസമയം വിഴിഞ്ഞം പദ്ധതിയിലെ ഓഹരി അദാനിയുടെ ആഗോള ഭീമൻ MSCക്ക് കൈമാറാൻ അനുവദിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓഹരി കൈമാറ്റം പദ്ധതിയുടെ മത്സരക്ഷമത കുറയ്ക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ 5 ഉറപ്പുകൾ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് നൽകി. ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവരുൾപ്പെടെയുള്ള ലോജിസ്റ്റിക്സ്, കണ്ടെയ്നർ ഫ്രൈറ്റ്, ICD അനുബന്ധ വികസന മേഖലയിലെ മറ്റ് പ്രമുഖ സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം ഇനി നമ്മുടെ നാട്ടിൽ വളർച്ചയ്ക്കുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ് ഈ മൊണോപ്പൊളി വിഴിഞ്ഞത്ത് വരുന്നതോടുകൂടി. അപ്പോൾ മത്സരക്ഷമത ഏതൊരു വളരുന്ന വിപണിയുടെയും ആണിക്കല്ലാണ്. മാർക്കറ്റ് കോമ്പറ്റീവ്നെസ്സിനെ ഒറ്റയടിക്ക് തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഈ മൊണോപ്പൊളി കേരളത്തിൻ്റെ പോർട്ട് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2, പൊതു താല്പര്യം. നേരത്തെ ഇപ്പം ഞാനിവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം. 4മത്തേത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. 5മത്തേത് നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ദൂര കാഴ്ചയോട് കൂടിയ അതിന്റെ ഒരു വികസനത്തിന്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിന്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനത്തിൽ നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ. നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ തുറമുഖമായി മാറിക്കൊണ്ടിരിക്കുന്നു. 100 കണക്കിന് കപ്പലുകളാണ് ഈ കാലയളവിൽ അവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വലിയ വികസന സാധ്യതയുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് അതിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്താണിപ്പോൾ ഇതിൻ്റെ 49% ഓഹരികൾ MSC കമ്പനിക്ക് വിൽക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ ആശങ്ക ഉയർത്തുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് വിഴിഞ്ഞം പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് നിർണായകമായ 2ാം ഘട്ട കമ്മീഷനിലേക്ക് വിഴിഞ്ഞം പദ്ധതി പോയത്. അതിൽ അദാനിയുടെ ഓഹരിയിലെ 49% ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSCക്ക് കൈമാറുന്നു എന്നതാണ്. അതിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ്. അതിൻ്റെ ഓഹരി നിക്ഷേപത്തിൻ്റെ നടപടിക്രമങ്ങൾ കരാറിലേക്ക് കടന്നു എന്ന മാധ്യമ വാർത്ത വളരെ ഗൗരവമായി തന്നെ ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. ആദ്യം ചോദ്യോത്തരവേളയിലും രണ്ടാമത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സബ്മിഷനുമായിട്ടാണ് ഈ വിഷയം ഉന്നയിച്ചത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിഞ്ഞില്ല എന്ന തരത്തിൽ കൈമലർത്തേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുറമുഖ വകുപ്പ് കൂടി കൈയാളുന്ന മന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന വി.ഡി. സതീശൻ. അദ്ദേഹം ആ സഭയിൽ പറഞ്ഞത് മറുപടി തന്നെ ആദ്യം ഇത് അഡ്മിറ്റ് ചെയ്തു എന്നതാണ്. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ പോലും ഇത് അറിയുന്നത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. സർക്കാരിനെ സംബന്ധിച്ച് 25% മുകളിലേക്ക് ഇതിൻ്റെ ഓഹരി കൈമാറുകയാണെങ്കിൽ ഉടമസ്ഥത അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരും. അത് വിഴിഞ്ഞം കരാറുമായി
ബന്ധപ്പെട്ട് അദാനിയും സർക്കാരും നടത്തിയ കരാറുമായി ബന്ധപ്പെട്ട കരാറിന്റെ ലംഘനമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്തരം ഒരു ഫയലോ ഇത്തരം ഒരു നിർദ്ദേശമോ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിട്ടില്ല. സമീപിക്കുമ്പോൾ മാത്രം ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയൂ എന്ന കാര്യമാണ് മുഖ്യമന്ത്രി സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിലുണ്ടായ ഈ സൈനികർക്ക് നേരെയും ഒപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ സൈനിക താവളങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം സംസ്ഥാനത്ത് തുറമുഖത്തെ സംബന്ധിച്ച് വന്നതാണ്. അതിൽ വിഴിഞ്ഞവും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദേശസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് കുത്തക അവകാശം നൽകാൻ കഴിയുമോ എന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 25% മുകളിലേക്ക് ഈ പറഞ്ഞ ഓഹരി നിക്ഷേപം വന്നാൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സംസ്ഥാന കരാറിന് വിരുദ്ധമായ സമീപനങ്ങളിലേക്ക് പോവുകയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരക്ഷമത നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. MSC കമ്പനി എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ലോകത്തെ ഒന്നാമത്തെ കമ്പനിയാണ്. അവർ ഷിപ്പിംഗ് മേഖലകളിലേക്ക് പൂർണ്ണമായി ഇൻവെസ്റ്റ്മെന്റ് ഈ തുറമുഖം നടത്തുകയാണെങ്കിൽ മറ്റ് ഷിപ്പിംഗ് കമ്പനികൾ ഇതിലേക്ക് കടന്നു വരാതിരിക്കുകയും സ്വാഭാവികമായി വിഴിഞ്ഞത്തിന്റെ ഈ മത്സരക്ഷമത നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ആ മത്സരക്ഷമത നഷ്ടമാകുമ്പോൾ തന്നെ വിഴിഞ്ഞത്തിൽ സർക്കാർ ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവുണ്ടാകുമോ എന്ന ആശങ്ക കൂടി മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചു. അതിലാണ് മുഖ്യമന്ത്രിക്ക് അവസാനം സമ്മതിക്കുകയും അവസാനം മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകുന്ന 5 ഉറപ്പുകളാണ് സഭയിൽ നൽകിയത്. ആ ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയ ദേശീയ സുരക്ഷ അത് ഉറപ്പാക്കും. മറ്റൊന്ന്, പൊതു താല്പര്യം സംരക്ഷിക്കും. മറ്റൊന്ന്, നല്ല മത്സര സാധ്യത ഉറപ്പ് വരുത്തും. അക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മറ്റൊന്ന്, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കുമെന്നതാണ്. ഇത് സംബന്ധിച്ച് ഒരു ദുരൂഹതയുള്ളത് ഇങ്ങനെ സർക്കാരും ഒപ്പം തന്നെ വിഴിഞ്ഞം അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട കരാർ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാരുമായി കൂട്ടിയോജിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരം ഒരു കരാറിൽ ഒരു സ്വകാര്യ കമ്പനിയുമായിട്ട് അദാനി കരാറിൽ ഏർപ്പെടുത്തുമ്പോൾ അത് ആ കമ്പനിയുടെ നിലവിലുള്ള ആകെയുള്ള ഓഹരിയിൽ 49% വിറ്റഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അനൗദ്യോഗികമായെങ്കിലും സർക്കാരിനെ അറിയിച്ചിരിക്കില്ലേ എന്നൊരു ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തുറമുഖ വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത് തുറമുഖ നഗരം പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന സാധ്യതയാണ് അദ്ദേഹം ഈ ബഡ്ജറ്റിൽ തന്നെ പുതിയ വിഷനായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഈ അദാനി കമ്പനി തന്നെ ഒരു സ്വകാര്യ കമ്പനിയുമായി കരാറിൽ 13,000 കോടി രൂപയുടെ കരാറുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന വാദം എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് സഭയ്ക്ക് പുറത്ത് മുൻ ധനമന്ത്രി അടക്കം ചോദിച്ചത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ദുരൂഹ നിലനിൽക്കുന്നുണ്ട്. വിഴിഞ്ഞം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വികസനത്തിലെ അനന്ത സാധ്യതയെ അത് പരമാവധി ഉപയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. ഇത്തരം ആശങ്കയാണ് സഭയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. ഷമി. തീർച്ചയായും നൃപൻ, ഇത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട പോർട്ട് അധികൃതരും നൽകും എന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുക.